മണ്ടയ്ക്കാട് ദേവീ ക്ഷേത്രത്തിൽ പോയി ദേവിയെ കണ്ടു. രായിയെ കാണാനുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുടെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. രായി ഇതാ മണ്ടയ്ക്കാടുണ്ട്. കണ്ടല്ലോ, പാവം പേടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ അമ്മയ്ക്ക് മറ്റൊന്നും ഒരു പ്രശ്നവുമില്ല. 2 CID-കളുണ്ട്. CID-കളെ പേടിച്ചാണ് നിൽക്കുന്നത്. അവൻ ഞങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങളെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങളിതാ മണ്ടയ്ക്കാട് വന്നു. പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായി. പൊങ്കാലപ്പേരെല്ലാം കയറ്റി നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. മണ്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിൽ വന്ന് പൊങ്കാല ഇടുമ്പോഴേക്കും ഞങ്ങൾക്ക് നനയാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേവി ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ പൊങ്കാല ഇട്ടിട്ട് പോകുന്നതാണ്. നമ്മൾ ആറ്റുകാല പോലെ ഒന്നിച്ചിടുന്നതല്ല, ഓരോ വരണവർക്ക് ഞങ്ങളിത് രാത്രിയാണ് പൊങ്കാല ഇട്ടത്. ഞങ്ങൾ പൊങ്കാലയും മണ്ടപ്പുറ്റോ കവിച്ചു. അങ്ങനെ ഈ വർഷവും ഞങ്ങൾ മണ്ടയ്ക്കാട് അമ്മയെ കാണാൻ വന്നു. മീനൊന്നും വെച്ച് കഴിക്കാൻ കഴിഞ്ഞില്ല. സംഭവം രാത്രിയായിപ്പോയി. ഇവിടെ മീനൊന്നുമില്ല. രായി ഇതാക്കിക്കൊണ്ട് കേട്ടോ, ആരും കരയില്ല. അന്വേഷിച്ച് നടക്കുന്നവർ കരയേണ്ട ആവശ്യമില്ല. രാജി കൈവന്നിട്ടുണ്ട്. രാജിയെ കാണാനില്ലേ, രാജി ആരോ കൂടെ മണ്ടയ്ക്ക് പാട്ട് പോയി, രാജി എങ്ങനെ മണ്ടയ്ക്കാട്ട് പോയി. അയ്യോ കേട്ടോ, ചില ആൾക്കാർക്ക് പിന്നെ പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ വന്നു. ഇതാ പോയിട്ട് വന്ന് ഞങ്ങളെ മണ്ടപ്പുറ്റും പൊങ്കാലയൊക്കെ മേടിച്ചു. ഞങ്ങൾ പോറ്റിക്ക് ദക്ഷിണയെല്ലാം കൊടുത്തു. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ദേവി എഴുന്നള്ളിച്ച് പോകുന്നത് ഭയങ്കര തിരക്കാണ്. നമുക്ക് വീഡിയോയൊന്നും നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. ദേവി എഴുന്നള്ളിച്ച് പോകുന്നതാണ്. ശിവേലിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. 4 ചുറ്റും അമ്മ ഇങ്ങനെ എഴുന്നള്ളം വെച്ച് പോകും. ഞങ്ങളിവിടെ വന്ന് തലവേദനയ്ക്ക് തലയ്ക്ക് എന്ത് കേടുണ്ടെങ്കിൽ നമ്മളിത് മണ്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിൽ മണ്ടയ്ക്ക് കവിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല മാറ്റം ഉണ്ടാകും. ഞങ്ങളെല്ലാ വർഷവും വരാറുണ്ട്. ചില സമയങ്ങളിൽ മാത്രമേ പൊങ്കാലയിട്ടു. ഈ വർഷം പൊങ്കാലയും മണ്ടപ്പുറ്റോ കവിച്ചു. അങ്ങനെ ദേവിയെ കണ്ടു തൊഴുതു. അവിടുത്തെ രീതിയിൽ പൊട്ടൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളത് പുറത്തിറങ്ങി. അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് കേട്ടോ. കളഞ്ഞുകളും ഒരുപാട് ഐറ്റങ്ങൾ എന്താ പറയുക, എന്ത് വേണമെങ്കിലും വാങ്ങാൻ നല്ല വില കുറവാണ് ഇവിടെ. ഞങ്ങൾ കുറച്ച് പാവയും അതൊക്കെ വാങ്ങുന്നുണ്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ മണ്ടയ്ക്കാട് അമ്മയെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ്. തിരിച്ചില്ല, ക്ഷേത്രത്തിൽ ഒരു വളയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഞങ്ങളോട് വന്നവരൊന്നും കാണാനില്ല. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. രായിയെ കാണാനില്ലേ, കരയില്ലല്ലോ, രായി ഇവിടെ തന്നെ ഉണ്ട്. ഇതാ അവരുടെ ഈ ജനറേഷനിലുള്ള ആൾക്കാരുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് വീഡിയോയൊക്കെ ഞങ്ങളെടുത്തു. അങ്ങനെ വലിയ രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല തിക്കും തിരക്കുമായിരുന്നു. നമ്മൾ കുടയുടെ തലേ ദിവസമാണ് പോയത്. മണ്ടയ്ക്കാട് കുട എന്നുള്ളൊരു പരിപാടിയുണ്ട്. ആ കുടയുടെ തലേ ദിവസമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ദേവിയൊക്കെ കണ്ടു തൊഴുതിന് ശേഷം ഞങ്ങൾ കടലിലോട്ടൊന്ന് പോവുകയാണ്. കടലിലോട്ട് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല രാത്രിയായി. കടലിൽ പോയി കാല് നനയ്ക്കാനുള്ള അനുവാദം മാത്രമേ പോലീസുകാർ തന്നുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പാവയൊക്കെ വാങ്ങിച്ചു. രായി അത് ഒളിച്ചോടെയാണ്. ഗുഡ് മോർണിംഗ്.